ആദ്യം എല്ലാവർക്കും താങ്ക്സ്. ഇത്ര ഞെട്ടിച്ചു കളഞ്ഞ് പേടിയായിരുന്നു കാണുമ്പോഴത്തേക്കുമ്പോൾ. അത്രയും മീഡിയ ഞാനൊക്കെ മീഡിയയിലുള്ള സമയത്ത് എനിക്കൊന്ന് കൂടിയെന്ന ഒരു 20-25 പേരായിരുന്നു. എൻ്റെ ഫ്രണ്ട് നിറയെ ഇവിടെ ഇരിപ്പുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അറിയാൻ ഒത്തിരി മുഖങ്ങൾ കാണുന്നുണ്ട്. സോ എല്ലാവരും വന്നതിന് ഒരുപാട് നന്ദി. മലയാളത്തിൽ തന്നെ പറയാം. ഒരുപാട് എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ആദ്യ തമിഴ് സിനിമയാണ്. ഇതിനു മുമ്പ് 2 മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് ആദ്യ സംരംഭമാണ്, തമിഴ് പ്രോജക്റ്റ്. അത് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രഭുദേവ മാസ്റ്ററോട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു മൊമെൻറ്റിൽ ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും. അതിന് കാരണക്കാരായ മെയിൻ ആളെ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജോബി പി സാം. അതിൻ്റെ നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് ദിനിൽ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാം സണ്ണി ചേച്ചി, യുനോ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന സണ്ണി ഇവിടെ ഉണ്ട്. സോ സിനിമയെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആദ്യം പറയാം. അതിനുശേഷം എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുമായിരിക്കും. കാരണം എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെയാണ്. സോ നമ്മുടെ സിനിമയുടെ പേര് പേട്ടറാപ്പ് എന്നാണ്. എൻ്റെ പേര് SJ സിനു എന്നാണ് ടൈറ്റിൽ. പ്രൊഡ്യൂസർ ജോബി പി സാം, സ്ക്രിപ്റ്റ് റൈറ്റർ ദിനിൽ പി കരുണാകരൻ. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിത്തു ദാമോദറാണ്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ്. അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ടെക്നിക്കൽ സൈഡ് സപ്പോർട്ടുള്ള ഒരു നല്ല സിനിമയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ പ്രൊഡ്യൂസർ ജോബിയോട് തന്നെയാണ്. കാരണം എന്നെപ്പോലത്തെ ഒരാളെ വിശ്വസിച്ചിട്ട് ഇത്രയും പൈസ മുടക്കി ഇത്രയും ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന ആ പില്ലർ ഓഫ് സപ്പോർട്ട് മിസ്റ്റർ ജോബിക്ക് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ പ്രോജക്റ്റില്ല, നമ്മുടെ ഈ കൂടിക്കാഴ്ചകളില്ല, ഒന്നുമില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ജോബി പി സാം. ദെൻ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ പിക്ചറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വർക്കാകുന്ന ടൈപ്പുള്ള, യങ്സ്റ്റേഴ്സിന് വർക്കാകുന്ന ടൈപ്പുള്ള പ്രഭുദേവ മാസ്റ്ററിൻ്റെ കറക്റ്റ് ഒരു ജോണർ മൂവിയാണ്. എനിക്കൊന്ന് കാലങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പടം വരാൻ സാധ്യത. കാരണം 10 പാട്ടുകളുള്ള ഒരു സിനിമയാണ്. പേട്ടറാപ്പ് എന്ന പേര് പറയുന്ന പോലെ തന്നെ പഴയ കാതലൻ സിനിമയിലെ പേട്ടറാപ്പ് പാട്ട് ഉൾപ്പെടെയാണ് സിനിമ റിലീസാകുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിൽ വരുന്ന ഈ സിനിമ ഒരു ഫൺ ട്രാവലായി കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഫാമിലിയോട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മ്യൂസിക്കൽ ഡാൻസ് കോംബോ പാക്കുള്ള ഒരു പടമാണ്. അതിൻ്റെ അകത്ത് സർപ്രൈസിങ് ആയി സണ്ണിയുണ്ട്. എൻ്റെ ഹീറോയിൻ ശരിക്കും പറഞ്ഞാൽ വേദികയാണ്. വേദികയ്ക്ക് ഇന്നൊരു ഷൂട്ടിംഗ് തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം വേദികയാണ് എൻ്റെ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയും വളരെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ഷാജോൺ ചേട്ടനുണ്ട്, കലാഭവൻ ഷാജോൺ ചേട്ടൻ. അദ്ദേഹം ഇതിനകത്ത് അതിഗംഭീരമായ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴിലുള്ള വിവേക് പ്രസന്ന, ഭഗവതി പെരുമാൾ, രമേശ് തിലക്, മൈം ഗോപി, അങ്ങനെ സീനിയറായ കുറേ ആർട്ടിസ്റ്റുകളുള്ള അത്യാവശ്യം നല്ല മൂവ്മെൻറ്റിൽ ഫാസ്റ്റിൽ പോകുന്ന ഒരു 2 മണിക്കൂർ പടമാണ് പേട്ടറാപ്പ്. ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വളരെ രസമായിട്ട് കണ്ടിരിക്കാം. മാസ്റ്ററിൻ്റെ എനിക്ക് തോന്നുന്നൊരു നല്ല 2-3 ഡാൻസ് നമ്പറുള്ള സിനിമയാണ്. വൈബ്രൻ്റായ ഡാൻസ് നമ്പറുള്ളതാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് എഴുതി എന്നെ ഉയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാവരും സിനിമ പോയി കാണണം. സിനിമ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്ന്. സോ 27-നാണ് സിനിമയുടെ റിലീസ്. ഇത്രയൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് പറയാനുള്ളത്. കാരണം ഒരുപാട് പറയാനൊന്നും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാറ്റിൽ പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫ്യൂ വേർഡ്സിന് ഫസ്റ്റ് പ്രഭുദേവ മാസ്റ്റർക്ക് തന്നെ കൊടുക്കാൻ വയ്ക്കും. താങ്ക് യു. സോറി, ഒരാളെ മിസ്സായിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഏറ്റവും, അതായത് പില്ലർ ഓഫ് സപ്പോർട്ട് ഏറ്റവും തന്നിരിക്കുന്നത് ഡി ഇമ്മനാണ്. അദ്ദേഹമാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. എക്സെപ്ഷണൽ ജോബാണ് ചെയ്തിരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പം നിങ്ങൾ കേട്ട ഇവിടെ 2 പാട്ടുകളുണ്ട്. ഇനി റിലീസാകാനൊരു 6 പാട്ടുകളുണ്ട്. എല്ലാ സോങ്ങുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. സോ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയത് ഈ ഒരു തിരക്കിനിടയ്ക്ക് വിട്ടുപോയതാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു 50% ഇല്ല. കാരണം മ്യൂസിക്കൽ ഡാൻസ് കോംബോ അത്ര ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഡി ഇമ്മാൻ. സോ ഈ സമയത്ത് എനിക്ക് ഇമ്മാൻ സാറിനോടും ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രം പറയാനുള്ളൂ. ഓക്കെ മാസ്റ്റർ.
எல்லாருக்கும் வணக்கம். ஹாப்பி ஓணம் டு ஆல். அட்வான்ஸ் ஹாப்பி ஓணம். உங்களை எல்லாரையும் பார்க்குறது ரொம்ப சந்தோஷமாக இருக்குது. பேட்டரை படத்துக்காக இங்கே உட்காந்துருக்கோம். தேங்க்ஸ் டு சீனு அண்ட் ஜோபி பிகாஸ் தேம் ஒன்லி ஐம் ஹியர். வில் கோ ஆன். ஓகே. Hello. How are you? All right. First of all, happy Onam, and thank you everybody for coming out. And I really hope that you love the song that I am in, which is called Vichu Sayede. And it's my first time performing with Prabhu Sir, and I think you guys are going to be blown away by what we've created, and I hope you enjoy. Love you. Smile, everybody. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിനിൽ. ഞാൻ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ജോബി ചേട്ടൻ്റെയും സിനിച്ചേട്ടൻ്റെയും കൂടെ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. വാസ്തവത്തിൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ നെർവസായി. ഞാനും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കേരളകൗമുദി ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ടാണ്. എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മാധ്യമപ്രവർത്തകർ ഒരുമിച്ച് കാണുന്നത്. എല്ലാവരും വന്നതിന് വളരെയധികം സന്തോഷം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഓണം. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പെടറാപ്പ്. തമിഴിൽ ഫസ്റ്റ് സിനിമയാണ്. എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചു പഠിച്ച സുഹൃത്ത് ബന്ധമാണ് ഞാനും ഇതിൻ്റെ ഡയറക്ടർ സിനുമായിട്ടുള്ളത്. അപ്പോൾ സിനു അങ്ങനെ ഫസ്റ്റ് തമിഴ് സിനിമയാണ് സിനു ഡയറക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു സിനിമ ആകും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതേപോലെ ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്ന പ്രഭുദേവ് സാറാണ്. തമിഴിലെ എല്ലാവരും ഞങ്ങളോട് ആദ്യമായിട്ടാണ്. അതേപോലെ സണ്ണി മേഡമോൾ. ഈ ദിനിൽ എൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. അങ്ങനെ നല്ലൊരു ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു ടീമായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത് ഈ സിനിമ. അങ്ങനെ നല്ലൊരു സിനിമ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും, എന്ന് വെച്ചാൽ പലരുണ്ട്, പല വേൾഡ് വൈഡാണ് സിനിമ റിലീസ് ചെയ്യുന്നത്, പല ലാംഗ്വേജിൽ. അപ്പം ആ കാര്യത്തിലും അഭിമാനിക്കാം. കാരണം ഒരു മലയാളിയായിട്ടുള്ള ഞങ്ങൾ 3 പേരാണ്, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ. ഈ 3 പേരും കൂടെ ചേർന്ന് ഒരു തമിഴ് സിനിമ മലയാളത്തിൽ നിന്ന് ആളുകൾ പോയി ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പിന്നെ ഇപ്പം പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലകളിൽ ഇപ്പം എനിക്കതിനകത്തിൽ പൂർണ്ണമായും ഉറപ്പുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ക്രൂസിന് എല്ലാം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് തന്നെയാണ് ഈ ബ്ലൂ ഹിൽ ഫിലിംസ് എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. അത് എല്ലാ ക്രൂസിനെയും ഞങ്ങൾ ഒരേപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഈ കമ്പനിക്കുണ്ട്. താങ്ക് യു. ഇനി നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണെന്നറിയാം. ഒരൊറ്റ റിക്വസ്റ്റ് മാത്രം. പേഴ്സണലി ഉള്ള ചോദ്യങ്ങൾ നമ്മുടെ ഗസ്റ്റിനോട് ചോദിക്കരുത്. സിനിമാപരമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിക്കണമെന്ന് വിനയ പുരസ്കാരം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള സമയം. ഡയറക്ടറോടാണ്. എന്തുകൊണ്ട് സണ്ണി ലിയോണെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഇത്രയും ഒരു വലിയ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഒരു അത് സണ്ണി ലിയോണെ ഓട്ടോമാറ്റിക് കൊണ്ടുവരുമ്പോൾ ഫിലിമിൻ്റെ സ്കെയിൽ ഓട്ടോമാറ്റിക് വലുതാവില്ലേ ചെയ്യുന്നത്? അത് ശരിക്കും പഴയ ഒരു ക്രിഞ്ച് ഡയലോഗ് ഞാൻ പറയട്ടെ. ക്യാരക്ടർ ഡിമാൻഡ്സ് ആക്ടർ എന്നാണ് എപ്പോഴും കറക്റ്റ്. നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. അല്ലാതെ നമ്മൾ ആ സമയത്ത് സണ്ണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരാൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പോസ്റ്റ് ചെയ്തതല്ല. ആ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരാൾ നമുക്ക് വേണ്ടിയിരുന്നു. അത് നമുക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ പേർപ്പസ്ഫുള്ളി ബഡ്ജറ്റ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നാൽ പടത്തിന് കുറച്ച് പ്രൊമോഷൻ കിട്ടും, അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ഫീൽ നിങ്ങൾക്ക് തോന്നും ആ സബ്ജക്റ്റ് കാണുമ്പോൾ. താങ്ക് യു. പ്രഭുദേവ സാറിന് നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. ഒരു പ്രഭുദേവ സാറാണ് പടത്തിനൊക്കെ ഒരു ഉറപ്പായിട്ട് ഡാൻസ് ഉണ്ടാവും, ഒരു മാസ് ഐറ്റുകൾ ഉണ്ടാവും. ശരിക്കും ഇന്ന് ടീസർ കണ്ടപ്പോൾ ആ ഒരു ഫീലിംഗ് തന്നെ കിട്ടി. ശരിക്കും പടത്തിന്റെ ജോണർ എന്താണ്? റൊമാൻറ്റിക് ആണോ, ആക്ഷൻ ആണോ,
പടം മ്യൂസിക്കൽ റൊമാൻറ്റിക് ആക്ഷനാണ് പടം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആക്ഷൻ അല്ല. റാപ്പ് മിക്സ് ഉള്ള ഒരു 5-6 ഫൈറ്റോളം പടത്തിലുണ്ട്. പക്ഷെ അതൊരു ഫൺ ഫൈറ്റ്സ് ആണ്. മാസ്റ്ററുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതും എല്ലാ തരത്തിലും ഈവൻ കുട്ടികൾക്ക് പോലും ആ ഫൈറ്റ് കണ്ടാൽ ഇഷ്ടപ്പെടും. പിന്നെ എങ്കിൽ മാസാണ് ഫൈറ്റ്, കളർഫുള്ളാണ്, ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് ഈ പടത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് ഡിമാൻഡ് ചെയ്യുക അതിനുള്ള കൃത്യമായി നമ്മൾ സോഴ്സ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. Really much enjoy that. So you can just guess. கொஞ்ச நாள் முன்னாடி அதாவது ஆக்டர் வரும்னா ஹிருதிக் ரோஷனா இல்லை விஜய் சாரா வரும்னா அது யாரா இருக்கும்னு சொன்னப்போ நீங்கள் ஒரு ஆன்சரை சொன்னீங்க, யாருமே வர போகிறதில்ல, ஐ எம் கான்ஃபிடென்ட். ரொம்ப நாள் முன்னாடி ஒரு நீங்கள் ஒரு மேடையை அட்ரஸ் பண்ணி பேசும்போது ஒரு குழந்தை உங்ககிட்ட கேட்டு விஜயோ இல்லை ஹிருதிக் ரோஷனோ உங்களோட இந்த பொசிஷன் இல்லை சார், இந்த நம்பர் 1 டான்ஸ் கொரியோகிராஃபர், அந்த பொசிஷனுக்கு வேணும்னா இவரில் யாராக இருக்கும்னு சொன்னும்போது நீங்கள் சொல்லிட்ட யாருமே வர போகிறதில்ல, நான் தான் நம்பர் 1. ஞாபகம் இருக்கா? சொல்லவே இல்லை. கொஸ்டினும் ராங்கு, ஆன்சரும் ராங்கு. இட்ஸ் நாட் லைக் தட். அது இல்லை, அது கொஸ்டின் வேற மாதிரி, ஆன்சர் வேற மாதிரி. சார் பட் கொஸ்டின் இல்லை, இந்த கொஸ்டின் கிடையாது. ஸோ அந்த ஆன்சர் இருக்குல்ல சார், அது இல்லை, அந்த ஆன்சர் எப்படி? இந்த கொஸ்டினுக்கு தானே அந்த ஆன்சர் வரும். இந்த கொஸ்டின் ராங்கனா அந்த ஆன்சர் எப்படி வரும்? இல்லை சார், அந்த ஆன்சர் உங்களோட செல்ஃப் கான்ஃபிடன்ஸ்ல இருந்து வருதா இல்லை? இல்லை அந்த கொஸ்டின் அப்படி கேட்கல. அது எப்படி திருப்பி எனக்கு புரியுது எனக்கு எந்த இடத்துலன்ட்டு. ஆக்சுவலாக இது கொஸ்டின் வேறு, அது ஆன்சர் வேறு மாதிரி. அது அப்படி, அதனால் அது எப்படி அது ரீக்ரியேட் பண்ணுறது தெரியல. மைட் பி இப்போது அது ராங்காகிடும். இப்போ நம்ம அப்படி நினச்சி பேசினா அது வேறு மாதிரி ஆகிடும். அதுதான். இல்லை உங்களுக்கு கூட அந்த செல்ஃப் பிலீஃப் இருக்கா? நீங்கள் தான் இல்லை, எனக்குன்னு இல்லை, எல்லாருக்கும் இருக்கணும். இட்ஸ் லைக் இப்போ நீங்கள் இவ்வளோ பேர் இருந்தால் நீங்கள் 2 பேர் மட்டும்தான் கேள்வி கேட்டுட்டு இருக்கீங்களா, ஒரு கான்ஃபிடென்ட்டாக இருக்குல்ல, அந்த மாதிரி எல்லாருக்கும் இருக்கணும். அது நான் எனக்கு மட்டும் இல்லை, எல்லாருக்கும் அந்த செல்ஃப் கான்ஃபிடென்ட் உங்களுக்கு எப்படி அதே இருக்கணும். அது இருக்கணும். நம்மளை பிலீவ் பண்ணணும்ல நம்ம. இட் ஹேஸ் டு பி யா. சார் உங்களுக்கு தெரியுமா தெரியல, இங்கே விஜய் சாருக்கு இங்கே மலையாளத்தில் சூப்பர் ஸ்டார்ஸுக்கு அந்த மாதிரியே ஒரு ஃபேன் ஃபாலோயிங் இருக்குது. ஸோ உங்களோட படங்களில் விஜய் சாரை நாங்கள் வேறு மாதிரியாக பார்த்துருக்கோம், வேறு மாதிரியாக செலிப்ரேட் பண்ணியிருக்கோம். நீங்கள் மிஸ் பண்ணுமா சார் அவரை ஸ்க்ரீனில் பார்க்காத தருணத்தை? அவர் அரசியலுக்கு போயிட்டா மிஸ் பண்ணுவோம், ஷூர். அவரில் ஒரு பெர்ஃபார்மரில் நீங்கள் எதுதான் ரொம்ப மிஸ் பண்ணுவீங்க? எல்லாமே இஸ் அ ஹோல்சம் என்டர்டெய்னர் இல்லையா? ஃபுல்லாக டான்ஸ் பண்ணுறாரு, ஃபைட் பண்ணுறாரு, ஆக்ஷன் பண்ணுறாரு, காமெடி பண்ணுறாரு, ரொம்ப இஸ் அ ஹோல்சம் என்டர்டெய்னர். தட்ஸ் வை எவ்ரிபடி லவ்ஸ் இட். அஃப்கோர்ஸ் நம்ம மிஸ் பண்ணுவோம், ஷுவர் ஷாட் மிஸ் பண்ணுவோம். சார் இந்த மின்சாரக்காக மாதிரி கொஞ்சம் கண்டென்ட்ஃபுல்லாக இருக்கிற படங்கள் நீங்கள் பண்ணுறதுண்டா? இல்லை இது இன்னொரு சொல்லுங்க. இந்த மின்சாரக்காக மாதிரி உள்ள படங்கள் இல்லை, மின்சாரக்காக அந்த மாதிரி கண்டென்ட்ஃபுல்லாக இருக்கிற படங்கள் உங்ககிட்ட இவர்கிட்ட கேளுங்க. നമുക്ക് அப்படிதான் பண்ணணும் ഇവர்கிட்ட. സർ, ഈ ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ പടങ്ങളല്ലാതെ പ്രഭുദേവയുടെ മറ്റൊരു സോൺ കൂടി ഉണ്ടല്ലോ, ഒരു ആക്ടർ എന്നുള്ളത്. പുള്ളിക്കാൻ മനസ്സിലായി, എന്നോട് പറഞ്ഞത് നമ്മളെപ്പോലുള്ളവർ തീരുമാനിക്കണം പുള്ളി ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത്. സോ ഈസ് പ്ലാനിങ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ മലയാള സിനിമകൾ കാണുന്ന ഒരു ആളാണ്. എല്ലാ സിനിമകളും കണ്ടിട്ട് എന്നോട് ചോദിക്കും സിനിമ അത് വേറെ ഏത് റിലീസ് OTT-യിൽ. സോ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫാമിലി മൂവി പ്ലാനിലിരിക്കുക. എനിക്കൊന്ന് അടുത്ത 1 വർഷം നിങ്ങൾ ഇതുവരെ കാണാത്ത പ്രഭുദേവ ആയിരിക്കും ഇനി കാണാൻ പോകുന്നത്. പേട്ടറാപ്പിലല്ല, പേട്ടറാപ്പിൽ പഴയ പ്രഭുദേവ തന്നെയാണ് വരുന്നത്, വേറൊരു മോഡൽ തന്നെയുള്ളൂ. പക്ഷെ അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന ഫാമിലി മൂവീസ് കുറച്ച് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഒക്കെ സെർച്ചിലിരിക്കും. ஆக்சுவலாக மின்சார கனவுல கண்டென்ட் என்ன கண்டென்ட்? இது லவ் தானே. அந்த லவ்வரை நான் எடுத்துட்டு போயிடுவேன். ரெகுலர் கொமர்ஷியல் இருங்க. പ്രജോ സാർ
கோட்டு ரிலீஸ் ஆயதுக்கு அப்புறம் நிறைய ட்ரோல் வந்துட்டு இருக்கு அந்த மூவிக்கு. நீங்களும் பார்த்துன்னு நினைக்கிறேன். அது அது டென்ஷனா இல்ல டார்கெட் பெரிய படத்துக்கு நாட் ஓன்லி இது பிக் மூவிக்கு இப்போ அது ஒரு ஸ்டைல் ஆயிடுச்சு. இவர் படம்ட்டு இல்லை, எனி பிக் மூவி காம்ஸ் அது மாதிரி ட்ரோல் பண்ணிட்டு தான் இருக்கிறாங்க. பட் இட்ஸ் கோயிங் வெரி வெல், அவ்வளோதான். அது ட்ரோல் பண்ணி அப்படி தான் அது வந்து we worked, leave it to audience, that's it. ഡയറക്ടറോടും പ്രഭുദേവനോടും കൂടിയാണ് ചോദ്യം. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പടത്തിനൊരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഇങ്ങനെ രണ്ടുപേരോടും ബോത്ത്. കൊമേഴ്ഷ്യൽ പടത്തിനൊരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് ഇൻട്രൊഡക്ഷൻ, ഫൈറ്റ്, സോങ്സ്, ഹീറോയിൻ, അങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഭുദേവ സാറിൻ്റെ ഡാൻസ് എടുത്തവരും അത് സ്ഥിരമായിട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ പടങ്ങളിൽ കാണുന്ന എല്ലാ ഡാൻസ് ഫോംസും അല്ലെങ്കിൽ എല്ലാ ഇപ്പോൾ മൂൺ വാക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ എല്ലാ ഫ്ലോർ സ്റ്റെപ്സ് ഉൾപ്പെടെ എല്ലാം പ്രഭുദേവ സാർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ സോങ്സിന് എന്താ പറയുക, ഡാൻസ് കൊറിയോഗ്രഫി എന്ന് പറയുന്നത് എത്രമാത്രം ടഫാണ്, അല്ലെങ്കിൽ എത്രമാത്രം കുറേ ആലോചിക്കണം, അതിനുള്ള വർക്ക് എങ്ങനെയാണ് പോകുന്നത്? ശരിക്കും മാസ്റ്റർ വെച്ചിട്ട് നമ്മൾ സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തല്ല കേട്ടോ. വളരെ യാദൃശ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ എൻ്റെ അന്വേഷണൻ്റെ കയ്യിൽ വന്നു. വളരെ യാദൃശ്യമായിട്ട് അത് വായിച്ചു നോക്കിയപ്പം അത് ഫുൾ ഡാൻസ് പരിപാടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിലൊരു സബ്ജക്റ്റായിട്ട് അദ്ദേഹം വന്നത്. അപ്പം ഈ മലയാളത്തിൽ ഈ സബ്ജക്റ്റ് ചെയ്താൽ നമ്മൾ അതുപോലത്തെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ നമുക്ക് നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം. അത് എന്നെ പോലത്തെ ഒരു പുതിയ ഡയറക്ടർക്ക് അത് ഭയങ്കര ടഫായിട്ട് തോന്നി മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചു, നമുക്കിത് പുള്ളി തന്നെയാണ് ഞാനല്ല ചോദിച്ചു, പുള്ളി എന്നെ അടുത്ത് ചോദിച്ചു നമുക്ക് തമിഴിൽ ട്രൈ ചെയ്തുകൂടെ എന്ന് വെച്ചു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ റീവർക്ക് ചെയ്തപ്പോഴാണ് ഇത് ഫുള്ള് ഇദ്ദേഹത്തിൻ്റെ ഹെഡ് ടു ടോയാണ് സിനിമ. അത് ആ സിനിമ കാണുമ്പോൾ നിൽക്കുമ്പോൾ കാരണം ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾക്കല്ലാതെ പേട്ടർ റാപ്പ് ചെയ്യാൻ പറ്റില്ല വേറൊരാൾക്കും. കാരണം അത്രയും അങ്ങനത്തെ ഒരു മോഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേക്കിംഗ് ടൈം എനിക്ക് തോന്നുന്നു ഞാനൊരു ആക്ഷൻ്റെ ഡയറക്ടർ മാത്രമായിരുന്നു. ഈ മാസ്റ്റർ അത്രയില്ല, അദ്ദേഹത്തെ പോലത്തെ അത്രയും വലിയൊരു ടെക്നീഷ്യനെ വെച്ചിട്ട് എനിക്ക് ഒരു ജോലിയില്ലെന്ന് തന്നെ പറയാമായിരുന്നു. കാരണം സ്ക്രിപ്റ്റിൽ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് സെറ്റിൽ വരത്തുള്ളൂ. പിന്നെ ഡാൻസ് ഉള്ള ദിവസം പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും സെറ്റ്. പിൻ ഡ്രോപ്പ് ഇരിക്കുന്ന ആളല്ല. ഈ സമയത്തൊക്കെ ഫണ്ണും കോമഡിയൊക്കെ പറയും. അന്നത്തെ ദിവസം നമ്മുടെ ക്യാമറാമാനൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നതാണ് ഇങ്ങനെ. കാരണം അന്നത്തെ ദിവസം വേറൊരു മൂഡിലാണ് മാസ്റ്റർ വരുന്നത്. എനിക്ക് തോന്നുന്നു എന്നോട് മാത്രമേ അന്നത്തെ ദിവസം സംസാരിക്കുകയുള്ളൂ. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അന്നത്തെ ദിവസം. അത് അദ്ദേഹം അല്ല കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വേറെ ആളുകളാണ്. ഇപ്പോൾ ഭൂപതി മാസ്റ്റർ അല്ലെങ്കിൽ റോബർട്ട് മാസ്റ്റർ പോലെയാണ്. അവരുണ്ടെങ്കിൽ പോലും ആ സോങ്ങിന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ 100 അല്ല 200% പുള്ളി വർക്ക് ചെയ്യും. സീനുകൾ ചെയ്യുന്നില്ലെന്നല്ല, സീനുകൾ ചെയ്യാൻ പുള്ളി ഈസിയാണ്. പക്ഷേ സോങ്സ് ഇപ്പോഴും ഒരു പുതിയ ഒരാൾ ചെയ്യുന്ന അതേ ഫീൽ തന്നെ അദ്ദേഹം ചെയ്യുന്നത്. സോ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ ചാപ്റ്ററായിരുന്നു. കാണുക, പഠിക്കുക. ഇദ്ദേഹത്തെ പോലത്തെ വലിയൊരു ടെക്നീഷ്യനോട് നിൽക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പൂർണ്ണമായിട്ട് ഉത്തരം തരാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല. കാരണം അത്രയും വലുതാകാത്ത ഒരവസ്ഥയുണ്ട്. വിനയം കൊണ്ട് പറയല്ലോ കേട്ടോ, കുറച്ചൊക്കെ വലുതാണ്. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തെ പോലത്തെ ഒരു ടെക്നീഷ്യൻ്റെ മുന്നിൽ ഒരുപാട് പഠിക്കാനൊന്നും കിട്ടിയ അവസരമായിരുന്നു. ഞാൻ നോക്കിയിരുന്നേ ഉള്ളൂ സോങ്സ് ഷൂട്ടിംഗ് ടൈമിൽ. ജസ്റ്റ് മോണിറ്ററിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും. Nowadays, because of subtitles, I love to watch now. Recently, there are some sexual allegations against leading stars in Malayalam movies. And have you noticed them? And what's your reaction? സാറിൻ്റെ റിയാക്ഷൻ? സത്യം പറഞ്ഞാൽ മാസ്റ്റർക്ക് അതിനെ പറ്റിയൊന്നും ഈ ഡിസിൻ നോ അബൌട്ട് അങ്ങനെ തന്നെ പുള്ളി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആവശ്യമില്ല. ഇതെല്ലാം നിയമത്തിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം പുറകെ നിൽക്കുന്നതാണ്. അപ്പം നമ്മളെപ്പോലത്തെ ഒരാളുകൾക്ക് അത് പറയാനുള്ള അതിനുള്ള അർഹതയില്ലെന്നാണ്. അതിന് വലിയൊരു ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ. അതിന് പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. സോ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളെ പോലത്തെ ചെറിയ സിനിമക്കാരെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് വിഷമിപ്പിക്കുന്നത്? That I don't know. അതിനെപ്പറ്റി It's okay if you can answer it. I don't know. It is. I don't know how to address it. That's it. But I know about it, but I don't know how to address it. So media and that's it. So, sir, is there any dream role you want to act in? Eduma? Is there any dream role you want to act? Dream role, huh? இந்த லட்சுமியில கூட ஒரு அப்பாவோட இமோஷன் பார்த்துல அதுல டான்ஸ் இருக்கு, இமோஷனல் இருக்கு, ஒரு அப்பாவோட
அந்த சங்கடம் எல்லாம் அந்த ஃபிலிமிலே பார்த்தாச்சு. அவ்வளோ இமோஷனலாக அவ்வளோ டீப்பாக ஏதாவது கேரக்டர் ஆக்ட் பண்ண அப்படி ஏதாவது இல்லை அப்படி இந்த இப்போ ஃபஸ்ட்லேருந்து எஃபர்ட் இல்லை. ஃப்ரம் பிகினிங் டேஸ் ட்ரீம் ரோல் மாதிரி எதுவும் எனக்கு வந்ததில்லை. பட் வாட் எவர் ஐ டூ ஐ கிவ் மை 200%. அது பட் வந்தது கரெக்டாக பண்ணணுன்றது அந்த இது இருக்குது எனக்கு. அந்த பக்கீரெல்லாம் கூட அந்த சைக்கோ மாதிரி பாடும்போது இல்லை அதுதான் அந்த டைரக்டர் பிலீவ் மீ. ஸோ ஐ தாட் கேன் ஐ டூ, ஐ ஆஸ்ட் எஸ் சார் யூ கேன் டூ இட், தென் ஐ வில் கோ வித் தட்ஸ் இட் அக்கார்டிங் டு டைரக்டர்ஸ் கன்விக்ஷன். ഷാജോൻ ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമർ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അതൊരു ഹ്യൂമർ കൊമേഡിയൻ വില്ലനായിട്ടാണ് അത്. സാധാരണ തമിഴ് സിനിമകളിലൊക്കെയുള്ള നമ്മൾ തമിഴ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്ന ഒരു സാധനം ഞാനിന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത അതായത് പക്ഷേ ശരിക്കും അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സിനിമയിൽ അധികം പേരോട്ട് ചെയ്തിട്ടുണ്ട് ഷാജോൻ ചേട്ടൻ. ഹി നോസ്. പുള്ളിക്കാരനെ തമിഴ് നന്നായിട്ട് അറിയാം. പുള്ളിക്കാരൻ ഇതിനു മുമ്പ് പുള്ളി തമിഴ് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അതൊരു ബാരിയറായി ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് അറിയത്തില്ല, പുള്ളി നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യും. എന്നേക്കാളൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും അതിൻ്റെ മീനിങ്ങുകളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് ഈസിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, മ്യൂസിക്കൽ ഫാമിലി എൻ്റർടൈനർ പടം. പേരിൽ തന്നെയുള്ള പേട്ട റാപ്പിൽ തന്നെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ടിന് ഈ സിനിമയിലൊരു സാധ്യതയുണ്ട്. പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയിലൊരു സ്പേസ് ഉണ്ട്. സോ എല്ലാം ഇങ്ങനെ ചേർത്ത് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ എൻ്റർടൈനറായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഇപ്പം മാസ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചോയ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത്. കാരണം മാസ്റ്റർ 2-3 പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് തന്നത്. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ പുള്ളിക്കാരന് അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ്. നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിലൂടെ പോകുന്ന ഒരു ഫ്രഷ് കട്ട്സ് എഡിറ്റ് പാറ്റേൺ. എൻ്റെ എഡിറ്റർ നിഷാദ് യൂസഫാണ്. എനിക്ക് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ എഡിറ്ററാണ്. അദ്ദേഹം അധികം പേരോട് പടം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ 2 മണിക്കൂറേ ഉള്ളൂ. വളരെ ഫാസ്റ്റായി പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ലാഗുകൾ ഡ്രാഗുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഫൺ ട്രാവലാണ്. മലയാളത്തിൽ നിന്ന് നമുക്ക് രാജീവ് പിള്ളയുണ്ട്, പിന്നെ റിയാസ് ഖാനുണ്ട്, പ്രമോദ് വെളിയനാടുണ്ട്. ഇത്രയും പേരുണ്ട്. മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ആക്ടേഴ്സിനോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് അവരെയൊക്കെ മാക്സിമം ഞാൻ അതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിന് ആക്ച്വലി ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഡീം മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാം മെലോഡിയസ് ആയ സോങ്ങുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് ട്രാക്ക് ചേഞ്ചാണ് ഈ പടം. അതിപ്പോൾ നിങ്ങൾ എൻ്റെ മ്യൂസിക് കേട്ടാൽ മനസ്സിലാവും. ഇമാൻ സാർ എനിക്കൊന്ന് ഇതുപോലത്തെ മ്യൂസിക് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അത്രയും ഹൈ റെസൊല്യൂഷനാണ് പുള്ളിയുടെ ഒരു ടോട്ടൽ കോമ്പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പം അതിന് എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഔട്ട്പുട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് അയാൾ എൻ്റെ കൂടെ ഉണ്ട് സ്റ്റിൽ. ആണ് ഇപ്പോഴും എനിക്കൊന്ന് ഫസ്റ്റ് കോപ്പിയൊക്കെ ആയെങ്കിൽ പോലും എവറി ഡേ ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് തന്നുകൊണ്ടിരിക്കും. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. 100%. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ ജമ്മ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിനിമ കാണുമ്പോൾ എനിക്കത് മനസ്സിലാകും. പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പാർക്ക് ലോസ് ആണെന്ന് വെച്ചിട്ട് പേട്ട റാപ്പ് എന്നുള്ള പേര് ശരിക്കും അതിന് ആപ്റ്റാണ്. കാരണം അത് ഞാൻ പറഞ്ഞ മാസ്റ്റർ തന്നെ ചോദിച്ചു, ഇത് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഈ പേരിടാൻ തോന്നിയില്ല എന്ന് തോന്നിയിരുന്നു. അത് ഞാനിട്ടല്ല കേട്ടോ. എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പയ്യനുണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് തിരുത്താൻ വന്ന വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അയാളാണ് ശരിക്കും ആ പേര് സജസ്റ്റ് ചെയ്തത്. അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാനത് അയാളോട് എന്നും അതിനോട് നന്ദി പറയാറുണ്ട്. കാരണം വിഷ്ണു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. വിഷ്ണുവാണ് ആ പേര് ഇത് സജസ്റ്റ് ചെയ്തത്. എല്ലാം ഞാൻ പറയത്തില്ല, നിങ്ങൾ പോകണം. ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, ഞാൻ അവിടെ നിൽക്കട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. இல்லை ஆமாம் ஹிந்தி ஆமாம் கரெக்டாக. No, I don't think when they call I will come. If it is a good character I will come and wait. Say anything Malayalam. You teach me and I will repeat you, but nothing naughty.
എല്ലാവർക്കും എല്ലാവരും എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ എൻ്റെ ഓണ ആശംസകൾ. ആശംസകൾ. Wait, say it again. Shamshaka. നിങ്ങളെല്ലാവരും Sorry. And what? What did he say? നിങ്ങളെല്ലാവരും പടം കാണാൻ വരണം. I love you. Yes, it's a universal language. த்ரூ அவுட் இருக்கா? ஆமாம்மா இருக்கேன், டான்ஸ் பண்ணியிருக்கேன். மாஸ்டராவா? എല്ലാ സിനിമയിലും ഇനി ചോദ്യം ചോദിക്കാത്ത ആരെങ്കിലും, പ്രത്യേകിച്ച് ലേഡീസിൽ ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ വേണ്ടിയുണ്ടോ? கில் சூப்பர். ராகவ் ஜெயல் ராகவ் நோ டான்ஸர், அதானே கேட்குறீங்க? என்ன கொஸ்டின்? பார்த்துட்டேன். Extraordinary. He was too good. Raghav was too good. Raghav Jayal, the cockroach. He's too good. அவரோட படமா? பரவாயில்ல, இட்ஸ் ஓகே. கேளுங்க, இட்ஸ் ஓகே. அவங்க அந்த மாதிரி எனக்கு ஆசை இருக்காங்க. எனக்கும் ஆசை இருக்கு. அந்த படம் மோர் ஆஃப் எமோஷன். அந்த ஹீரோ வில்லன் அடிக்கும் போது நமக்கு கூட அந்த கோவம் வருது இல்லையா? இட்ஸ் மோர் தென் ஃபைட். த எமோஷன் ஒர்க். அஃப்கோர்ஸ் ஃபைட், அதனால இந்த ஃபைட்டும் பிடிச்சது. நம்ம அந்த வில்லன் அடிக்கும் போது நமக்கு கூட அடிக்கணும் போல இருக்கு. That's was the emotion was working so much. It's good. I would love to do it. റീസെന്റ് ഒരു മൂവി നടിച്ചിருக்கு കത്തനാര് മലയാളത്തിലും. അത് പറ്റി എന്താ சொல்ல முடியுமா? Kathanar, I was just guest appearance it was, and I like that director Rojin Thomas. He's too good, and the company was also a great company, production company. The director, I loved it. And how is working with Jayasuriya? அவர் கூட நான் ஒர்க் பண்ணல, என் கூட காம்பினேஷன் இல்லை. நீங்கள் கொஞ்சம் தானே கேட்டீங்க, அவ்வளோதான். വേറെ ചോദ്യങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചോദിക്കും. ചേട്ടാ, അതായത് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ സിനിമയെ പറ്റി വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ചോദിക്കാം. നേരത്തെ ഇവിടെ നിന്ന് ചോദിച്ച പോലെ പ്രഭുദേവ സാറ് നേരത്തെ മലയാള സിനിമകൾ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മലയാള സിനിമകൾ കണ്ടതിൽ പ്രഭുദേവ സാറിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, അല്ലെങ്കിൽ OTT കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണെന്ന് അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. எனக்கு இப்போ ரீசெண்டாக லாஸ்ட்டாக பார்த்தது வந்து ஊர்வசி மேடமும் பார்வதி அவங்க பண்ணாங்க உள்ளது. ஐ சா இட். இட்ஸ் குட் மூவி. ஐ லவ் இட். தே போத் வேர் வெரி குட். அப்புறம் ഓക്കെ, ഉള്ളെടുക്കാണ് സാറിന് ഇഷ്ടം. പിന്നെ വേറെ ഏതെങ്കിലും ചോദ്യം? വേറെ ചോദ്യങ്ങളില്ലാന്ന് വിശ്വസിക്കുന്നു. ഫൈനലി നമ്മുടെ ഡയറക്ടർ, കാരണം ഞാൻ ഡയറക്ടറിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, SJ സിനു. ഒപ്പം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും നമ്മുടെ മാധ്യമ കൂട്ടായ്മയിൽ നിന്നുള്ള ആൾ തന്നെയാണ് ശ്രീ ദിനിൽ. പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ജോബി പി സാം നൽകി തന്നു. നമ്മളെ തേര്, ജിബൂട്ടി, മൂന്നാമത്തെ പടമാണ് പെട്ടറാപ്പ്. ഈ സെറ്റുകളിലൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ലാന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു. എല്ലാവരും ഹാപ്പിയാണ്. അത് ആദ്യം തന്നെ അത്രയും ഉദ്ദേശം തന്നുകൊണ്ട് അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കും. നിങ്ങൾക്കും അറിയാവുന്ന പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഫൈനലി ഡയറക്ടർ. ഒന്നുമില്ല, എല്ലാവരും സിനിമ നന്നായിട്ട് എഴുതണം ഉള്ളത് സത്യം.
ഇരിക്കുമ്പോൾ ഒരു ധൈര്യം അത് ഇരുന്നുകൊണ്ട് പറഞ്ഞ നിൽക്കുമ്പോൾ ബാലൻസ് കുറച്ചങ്ങ് ആടും. എല്ലാവരും സിനിമയെ പറ്റി അത്യാവശ്യം നമ്മളീ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തോട് പറയാൻ. എനിക്കങ്ങനെ ഒരുപാട് വലിയ ഗോഡ് ഫാദർ ഇല്ലെന്ന് തന്നെ പറയാം. എനിക്കൊന്ന് ഈ ഒരു ഫാദർ മാത്രമേ ഉള്ളൂ ഗോഡ് ഫാദർ എന്ന് പറയാൻ. സോ നിങ്ങളുടെ ഈ എഴുത്തോ നിങ്ങളുടെ വീഡിയോ വഴി മാത്രമേ നമ്മുടെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം അത് മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഈ സമയത്ത് സഹകരണവും ഞാൻ നിങ്ങളുടെ എൻ്റെ ബോട്ടം ഇവിടുന്നാണ് ഹാർട്ടിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്. അത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ സംവിധായകനായ എന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തിയേറ്റർ നമ്മൾ 27th തിയേറ്റർ റിലീസ്. നമ്മൾ ചെന്നൈയിൽ ആക്ച്വലി അവിടെ വലിയ ടെറൈനാണ്. അവിടുത്തെ തിയേറ്റർ നമ്പേഴ്സ് നമ്മൾ പ്ലാനായി വന്നു. ഇവിടെ എന്തായാലും ഒരു 120ക്ക് മേളിൽ നമ്മൾ തിയേറ്റർ റിലീസ് പ്ലാൻ ഉണ്ട്. പിന്നെ തമിഴ് സിനിമകളുടെ ഒരു നോർമൽ പോകുന്ന പാക്കേജ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു കുറവുണ്ട്. അത് എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്കൊന്ന് ഈവൻ വയനാട് മാത്രമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ ഒന്നും വേണ്ടി ലിസ്റ്റിൽ കുറവ് വരുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്കത് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ദയവേത് നല്ല വാർത്തകളായി എഴുതി ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വന്നതിന് ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരിക്കൽ കൂടി ബ്ലൂ ഹിൽ ഫിലിംസിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും. താങ്ക് യു ഓൾ ദ മീഡിയ. നേരത്തെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഗസ്റ്റ് പ്രഭുദേവ് സാറും സണ്ണി മാമും സിനിച്ചേട്ടനും എല്ലാവരും